ഇത് കണ്ടിട്ടായിരിക്കെങ്കിൽ എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇത് കൂർക്കയാണ് കേട്ടോ. ഈ വൃശ്ചിക മാസത്തിൽ എല്ലായിടത്തും കിട്ടുന്ന പോലെ ഞങ്ങൾക്കും കിട്ടിയിട്ടോ കൂർക്ക. എല്ലാ പ്രാവശ്യവും ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. പ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കൂർക്കയൊക്കെ കിട്ടിയിട്ട് ഞങ്ങളത് ഉപ്പേരി വെക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളത് അടിച്ച് അതിൻ്റെ തൊലി കളയുകയാണ് കേട്ടോ. ചാക്കിലിട്ടിട്ട് നമ്മളൊന്ന് അടിച്ച് കളയില്ലേ, അതിന് വേണ്ടിയിട്ട് അടിച്ച് കളയുകയാണ് കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് ഫോം ഇട്ടതാണ്. പിന്നെ അങ്ങനെ അടിച്ച് അതിൻ്റെ തോലൊക്കെ കുറച്ച് പോയപ്പോൾ ഞങ്ങളത് കഴുകി വാരിയെടുക്കുകയാണ് കേട്ടോ വെള്ളത്തിൽ. കുറേ വട്ടം കഴുകണം കേട്ടോ, എന്നാലുള്ളത് നന്നായിട്ട് വൃത്തിയാവാം. ഇപ്പം മാർക്കറ്റിലൊക്കെ ഇത് തോല് കളഞ്ഞിട്ട് അവൈലബിൾ ആണെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെയൊന്നും വാങ്ങിയിട്ടില്ല. ഞങ്ങളിത് നമ്മൾ പണ്ടത്തെ പോലെ തന്നെ അടിച്ച് തുണിച്ചാക്കിലടിച്ചതിനേക്കാൾ നന്നായിട്ട് വൃത്തിയായിട്ട് പോകും. തുണിച്ചാക്കില്ലാത്തത് കൊണ്ട് നമ്മൾ സാധാ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരാക്കാൻ നിന്ന് കുറേ സമയം അതിങ്ങനെ തോലൊക്കെ കളഞ്ഞ് നേരാക്കി കിട്ടിയിട്ടോ. ഞാനും ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ തോലൊക്കെ കളഞ്ഞ് ഞങ്ങളത് കഴുകി വാരിയെടുക്കുകയാണ്. കഴുകി വാരിയെടുത്ത ശേഷം നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകി വരണം കേട്ടോ. അത് വാരിയെടുത്തതിന് ശേഷം നമ്മളത് കുക്കറിലാണ് കേട്ടോ വെക്കുക. വേഗമാവും. കുക്കറിലൊക്കെ വെക്കുമ്പോൾ 2 വിസിലടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ കഴുകിയൊക്കെ വാരിയിട്ട് കുക്കറിൽ വെച്ചിട്ടേക്ക് 4-5 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് അടുപ്പത്ത് വെക്കുക കേട്ടോ. അങ്ങനെ 2-3 വിസിലടിച്ചതിന് ശേഷം നമ്മളത് കടുക് വറുക്കണേ. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കടുക് ഇട്ട് അതിന് ശേഷം നമ്മൾ കറിവേപ്പിലൊക്കെ ഇടുക. അത് ഇട്ടതിന് ശേഷം നമ്മൾ കുക്കറിൽ നിന്ന് ഇത് മാറ്റുക. നമ്മളെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്കിത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ കൂർക്കുപ്പേരി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് അടിക്കുക കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.